50 വർഷത്തിൻ്റെ ശേഷം MSFൻ്റെ ഈ ഗോൾഡൻ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവഗണന വേണ്ട. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി അലിഗർ സർവകലാശാലയുടെ ക്യാമ്പസൊക്കെ ഞങ്ങൾക്ക് തരുന്നതാണ് നല്ലത് എന്ന് ബഹുമാന്യ ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇവിടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും തീപ്പൊരി പ്രസംഗവും വലിയ ഒച്ചയും വെക്കുന്ന മാതിരി ബഹുമാന്യ ശിഹാബ് തങ്ങൾ പറയാറില്ല. പക്ഷെ ആ 2 വാക്ക് മതി. ഭാവി തലമുറ അത് ഏറ്റെടുത്തിരിക്കുന്നു. കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന യുഗത്തിന്റെ ചുക്കാൻ പിടിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ അലിഗർ സർവകലാശാല ചോദിച്ചത്. മനസ്സിലായില്ലേ? കേരള ഗവൺമെന്റ് തലപ്പത്തിരിക്കുന്ന ആളുകളെ മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഭൂമിയെടുത്ത് പ്രൈവറ്റ് കമ്പനിക്ക് വെക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ല. അത് ഇവർക്കുള്ളതാണ്. ഈ കോഴിക്കോട് കടപ്പുറത്തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ കേരളത്തിൽ പഠിപ്പിച്ചും MSFകാർക്ക് CH കൊടുത്ത മുദ്രാവാക്യം അതാണ്. സിദി സാഹിബ് കൊടുത്ത മുദ്രാവാക്യം അതാണ്. എല്ലാവരും സമരം ചെയ്തപ്പോ അവർ വ്യത്യസ്തമായ ഒരു മുദ്രാവാക്യം കൊടുത്തു. പഠിക്കുക പിന്നെയും പഠിക്കുക, അത് കഴിഞ്ഞിട്ട് മതി സമരമെന്ന്. അത് പറയാൻ ആർജവം കാണിച്ച നേതാക്കന്മാരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞകാല നേതാക്കന്മാർ. മൈനോറിറ്റി ഉണ്ട്. സച്ചാർ കമ്മിറ്റി പറഞ്ഞില്ലേ ഏറ്റവും മോശപ്പെട്ട സ്റ്റേറ്റ് ബംഗാളാണെന്ന്. ഇവിടെ ഞങ്ങളെ വിമർശിക്കുന്ന ആളുകളൊന്ന് പറയണം, നിങ്ങളിതിനെ മറുപടി എന്താ? ഇതിനുള്ള മറുപടി എന്താണ്? കേരളമാണ് മോഡൽ എന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വന്ന് പറയുന്നു. ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് അതുണ്ടായത് എന്ന് പറയണു. എന്തിനധികം പറഞ്ഞു? MSFന്റെ സമ്മേളനത്തിൽ അബ്ദുള്ള കുട്ടി ഇന്നലെ പറഞ്ഞു, മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് തീവ്രവാദം വരാത്തത് എന്ന് അബ്ദുള്ള കുട്ടി ഇന്നലെ പറഞ്ഞു. നിങ്ങളൊന്നാൽ നിയമസഭയിൽ ഞങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ റോളിൽ SNC ലാവലിൻ കേസ് ഉന്നയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ആ ആരോപണങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ ഒരു വേള ഞങ്ങളെക്കാൾ കൂടുതൽ ഇതിനു വേണ്ടി പ്രയത്നിച്ച അച്യുതാനന്ദൻ SNC ലാവലിൻ കേസ് കൊണ്ടുവന്ന അതിനെ കരിമ്പട്ടിയിലാക്കണം എന്ന് പറഞ്ഞ അച്യുതാനന്ദൻ ഇപ്പം മിണ്ടാതിരിക്കുന്നത് കേരളത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ. കാരണം എന്താ? നിങ്ങളുടെ കൊള്ളരുതായ്മ. ജനങ്ങൾ മടുത്തു. ഈ ഭരണത്തെ ജനങ്ങൾ മടുത്തു. ഒരു നിമിഷം ഇനി നിർത്താൻ കഴിയില്ല. ഒരു നിമിഷം ഈ ഭരണം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുട്ടികളാണ് നിങ്ങൾ. സ്കൂളുകളുടെ സ്ഥിതി എന്താ? സ്കൂളുകളിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണെന്നറിയോ? അനവധി കുട്ടികൾ പ്രഭാത ഭക്ഷണം കഴിക്കാതെ വരുന്നുണ്ട്. കേരളത്തിൽ പല വെൽഫെയർ സ്കീമുകളുള്ളതാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ചുമതല 1 തവണ വഹിച്ച ആളാണ് ഞാൻ. പ്രഭാത ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളിൽ പ്രത്യക്ഷ റിപ്പോർട്ടാണ്. ഒരു കണക്കെടുത്തപ്പോ ഭയാനകമായ സ്ഥിതിവിശേഷമാണ്. കുട്ടികൾ പട്ടിണിയിലാണ്. ഉച്ചഭക്ഷണവും ഇല്ല, ഭക്ഷണം കഴിക്കാതെ. ആരാ ഇവരെ നോക്കാൻ? ഇന്ന് വരെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. സാധനങ്ങളുടെ വില എന്ത് തീവിലയാണ് കയറിയത്? ഈ മന്ത്രിമാർക്ക് വല്ല കൺട്രോളും ഉണ്ടോ? ഈ മന്ത്രിമാർക്ക് യാതൊരു കൺട്രോളും ഇല്ല, ഒരു നിയന്ത്രണവും ഇല്ല. ഇതെന്ത് ഭരണമാണ്? SNC ലാവലിനും പറഞ്ഞിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പും പറഞ്ഞിരിക്കും. ഭരണം ഇത് എവിടെയോ എത്തി, വില എവിടെയോ എത്തി. ആ സാധനങ്ങൾ വാങ്ങാൻ രക്ഷിതാക്കൾക്ക് നിർവാഹമില്ല. അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് കുട്ടികളാണ്. ഭാവി തലമുറ കുട്ടികൾ. നിങ്ങൾ സംഘടിക്കണം. UPA ഗവൺമെന്റ് അവിടെ ഉണ്ട്. അവർ കൊടുത്താ വാങ്ങി നാട്ടുകാർക്ക് കൊടുക്കുവോ? അതും ചെയ്യൂല, അത് പോക്കറ്റ് അടിച്ച് കളയും. UPA ഗവൺമെന്റ് കൊടുത്താൽ അത് കീശയിലിട്ട് കളയും. അതല്ലേ ഇപ്പൊ അലിഗറിന്റെ കാര്യത്തിൽ ചെയ്തത്? 400 കോടിയാണ് കേരളത്തിൽ നിക്ഷേപം വരുമായിരുന്നത്. ഒരു ക്യാമ്പസിൽ അനവധി സ്കൂളുകൾ, ഒരു ക്യാമ്പസിൽ അനവധി കോളേജുകൾ, ഒരു ക്യാമ്പസിൽ അനവധി പ്രൊഫഷണൽ കോളേജുകൾ. ഇതാണ് കേരളത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത്. ചില്ലറ കാര്യങ്ങളല്ല. ഒന്നാലോചിച്ച് നോക്കേ. ഭാവി തലമുറയോടുള്ള ഏറ്റവും വലിയ ക്രൂരത. ആ ക്രൂരത നിങ്ങൾ കാണിച്ചു. യുവജനങ്ങൾ ക്ഷുഭിതരാണ്. നേർക്ക് നേരെ നല്ലോം കാത്തോളി. യുവജനങ്ങൾ ക്ഷുഭിതരാണ്, വിദ്യാർത്ഥികൾ ക്ഷുഭിതരാണ്. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു,
MSF കണ്ട ഏറ്റവും നല്ല ചരിത്രത്തിൽ ഏറ്റവും നല്ല സമ്മേളനങ്ങളോടെ അതിൻ്റെ 50ാം വാർഷികം ഗോൾഡൻ ജൂബിലി ഇവിടെ ആഘോഷിക്കാൻ നേതൃത്വം കൊടുത്ത MSFന്റെ സംസ്ഥാന നേതാക്കന്മാരെയും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഇടവരുത്തിയ പ്രവർത്തകന്മാരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.